നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ടുപിടുത്തത്തിൽ ഒരൽപ്പം മുൻപിലാണ് ചൈന. ഇതിനോടകം തന്നെ പല രാജ്യങ്ങളും ചിന്തിക്കുന്നതിനപ്പുറമുള്ള കാര്യങ്ങളാണ് ചൈന എന്ന് പറയുന്ന രാജ്യം കണ്ടുപിടിക്കുന്നത്. അത്തരത്തിൽ ലോകത്തിന് മുഴുവൻ ഒരു അമ്പരപ്പാണ് ചൈനയുടെ കണ്ടുപിടുത്തങ്ങൾ. 2 പുരുഷന്മാർക്ക് കുഞ്ഞു ജനിക്കുമോ? ഇതൊരു തമാശ ചോദ്യമായിട്ട് നമുക്ക് തോന്നും. കേൾക്കുമ്പോൾ തന്നെ ചിരി വരുമെങ്കിലും അത്തരമൊരു പരീക്ഷണം നടത്തി വിജയിച്ച വാർത്തകളാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്നത്. 2 പുരുഷ എലികളിൽ നടത്തിയ പരീക്ഷണമാണ് ഇപ്പോൾ ചൈനയിൽ വിജയം കണ്ടെത്തിയിരിക്കുന്നത്. പലതര നൂതന കണ്ടുപിടുത്തങ്ങളാണ് ചൈന നടത്തുന്നത്. അതിൻ്റെ ഇടയിലേക്ക് ഒരു ഏടും കൂടി ചേർക്കാൻ പോവുകയാണ്. സ്ത്രീ ഇല്ലാതെ 2 പുരുഷ ബീജങ്ങൾ ഉപയോഗിച്ചാണ് ചൈന പരീക്ഷണം നടത്തിയത്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസ് ആണ് ഈ പരീക്ഷണം നടത്തിയത്. മോളിക്യുലാർ ബയോളജിസ്റ്റ് സി കുൻ ലിയുടെ നേതൃത്വത്തിലാണ് പരീക്ഷണം നടന്നത്. 2 പുരുഷ എലികളെ ഉപയോഗിച്ച് ഒരു എലിയെ ജനിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ. 2023 ജപ്പാനിൽ ഇതുപോലെ ഒരു പരീക്ഷണം നടത്തിയെങ്കിലും എലിയുടെ ആയുസ് പരിമിതമായിരുന്നു. എന്നാൽ ഇവിടെ ആരോഗ്യവാനായ ഒരു എലിയാണ് ജയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അത്ഭുതം. അതിനർത്ഥം ചൈനയുടെ പരീക്ഷണം വിജയകരമായി എന്നുള്ളത്. മുൻപ് പുരുഷ സ്റ്റെം സെല്ലുകളിൽ നിന്ന് എക്സ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിരുന്നു. ജനിതക എഞ്ചിനീയറിംഗ് പ്രക്രിയകളിലൂടെയാണ് എലികളുടെ ജനനം സാധ്യമാക്കിയത്. മുൻപുള്ള പരീക്ഷണങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ജനിച്ച എലികൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യമുണ്ടെന്നും പ്രത്യക്ഷമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ലെന്നും ഗവേഷകർ പറയുന്നു. എന്നാൽ ഈ പരീക്ഷണത്തിൽ നിർമ്മിച്ച 90% ഭ്രൂണങ്ങളും പ്രായോഗികമല്ലെന്നും പഠനം പറയുന്നു. അതിനാൽ മനുഷ്യനിൽ പരീക്ഷിക്കുന്നതിന് മുൻപ് വിജയനിരക്കിൽ കാര്യമായ പുരോഗതി ആവശ്യമാണ്. 2004 ജപ്പാനിൽ 2 പെൺ എലികളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരീക്ഷണം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതും വിജയം കണ്ടിരുന്നില്ല. ഒരു പെൺ എലിയിൽ നിന്ന് എടുത്ത പൂർണ്ണതയെത്താത്ത അണ്ഡം അഥവാ ഓസൈറ്റിൽ നിന്ന് ജീനുകൾ വേർതിരിച്ചെടുക്കുകയാണ് ഈ പരീക്ഷണത്തിനായി ആദ്യം ചെയ്തത്. ശേഷം ഒരു പുരുഷ എലിയിൽ നിന്ന് ബീജം ഈ അണ്ഡത്തിലേക്ക് കടത്തിവിടുകയും അത് ഭ്രൂണത്തിന് മൂലകോശങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഈ മൂലകോശങ്ങൾ മറ്റൊരു ആണെലിയിൽ നിന്നുള്ള ബീജം ഉപയോഗിച്ച് മറ്റൊരു അണ്ഡത്തിലേക്ക് കടത്തിവിടുകയും ഇത് ബീജസങ്കലനം നടന്ന് ഭ്രൂണമായി മാറുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഭ്രൂണങ്ങൾ 2 ആൺ എലികളുടെ DNA വഹിക്കുന്നുണ്ടെന്നാണ് പഠനം തെളിയിച്ചത്. എന്നാൽ ഈ പ്രക്രിയയിലെ പ്രശ്നങ്ങൾ ഏഞ്ചൽമാൻ സിൻഡ്രോം പോലുള്ള വൈകല്യങ്ങളിലേക്ക് നയിച്ചേക്കാം. ആദ്യ പരീക്ഷണത്തിൽ ഇത്തരത്തിലുണ്ടായ ഭ്രൂണങ്ങൾ ഗർഭാവസ്ഥയിൽ തന്നെ നശിച്ചു, കൂടാതെ ഗുരുതര വൈകല്യങ്ങൾക്ക് കാരണമായി. ചില എലികൾ ജനനശേഷം മരിച്ചു. ചിലത് പ്രായപൂർത്തിയാകുന്നതുവരെ മാത്രമാണ് ജീവിച്ചിരുന്നത്. 20ഓളം ജനിതക മാറ്റങ്ങൾ വരുത്തിയ ഭ്രൂണങ്ങളിലെ എലികൾ ആരോഗ്യവാന്മാരായി അതിജീവിച്ചു. ഈ പരീക്ഷണം മനുഷ്യരിൽ വിജയം കണ്ടാൽ സ്വർഗാനുരാഗികൾക്ക് വളരെ പ്രയോജനമായിരിക്കും. ഏതായാലും വലിയൊരു കണ്ടുപിടുത്തം തന്നെയാണ് ചൈന നടത്തിയിരിക്കുന്നത്.